1 കപ്പ് ഉഴുന്നിനെ ഞാനൊന്ന് കഴുകി വെള്ളം തോരാനായിട്ട് ഊറ്റി വെച്ച് കുറച്ച് കായവും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതൊന്ന് ചുവപ്പിച്ചതിന് ശേഷം ആ ഉഴുന്നും കൂടി ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇത് ദോശ പൊടിക്ക് വേണ്ടിയിട്ടാണ്. അരിയൊന്നും ഞാനിതിൽ ചേർക്കാറില്ലേ. ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ഉഴുന്നൊന്ന് ചുമന്ന് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടി ചേർത്തൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടി മൂക്കുമ്പോഴേക്കും 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ തീയൊന്ന് അണച്ച് വയ്ക്കാമേ. അതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ വെള്ളം തോന്നിരിക്കുന്ന അരിയെ അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ടാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി കൊത്തമല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു കഷ്ണം കായവും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിക്കുമ്പോൾ അതിൽ കായം ചേർക്കുന്നത് കൊണ്ട് ഇതിലൊരല്പമേ ചേർത്തിട്ടുള്ളേ. പിന്നെ 1 സ്പൂൺ നമ്മുടെ സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും ഓരോ ഐറ്റമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് 3/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അത് ചൂടാകുമ്പോഴേക്കും 3/4 സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ വറ്റൽ മുളക് 2 എണ്ണം ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് 1/4 സ്പൂൺ കടുവും കൂടി അതിനുശേഷം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചൂടാകുമ്പോഴേക്കും ഒന്ന് തണുത്ത് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാമേ. അപ്പോൾ ദോശപ്പൊടിക്കുള്ള ഉഴുന്നൊക്കെ തണുത്തിട്ടുണ്ട്. അതിനെ മിക്സിയിലെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ. ചെറിയ തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. ഫൈൻ പൊടിയായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. എനിക്കിതൊരൽപ്പം തരിതരിപ്പായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടില്ല. അത് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിക്കുമ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൽ മുളകും കുറച്ച് ചേർത്തത്.